ന്യൂട്രലൈസേഷൻ ഇൻ എവരിഡേ ലൈഫ് 4 എക്സാമ്പിൾസ് ഉണ്ട് നോക്കാം. ഫസ്റ്റ് കേസ് നോക്കാം. ഇൻഡൈജഷൻ. നമ്മുടെ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് നമ്മളെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ എങ്ങനെയാണത് കൂടുതലായിട്ട് HCl പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ ഇൻഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, നമുക്ക് ചില സമയത്ത് വേദന ഉണ്ടാവും, സ്റ്റൊമക്ക് പെയിൻ ഒക്കെ ഉണ്ടാവാൻ കാരണമാവുന്നു. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡൈജഷനെ റിലീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻറ്റാസിഡ് എന്ന് പറയുന്ന ചില സബ്സ്റ്റൻസസ് യൂസ് ചെയ്യും. അതിനൊരു എക്സാമ്പിളാണ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ. നമ്മൾ യൂസ് ചെയ്യുന്ന എൻറ്റാസിഡ് എന്ന് പറഞ്ഞാൽ എസിഡിറ്റിന്ന് റിലീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാബ്ലറ്റ്സിനോ സൊല്യൂഷൻസിനൊക്കെ പറയുന്ന പേരാണ് എൻറ്റാസിഡ്. നമ്മൾ എൻറ്റാസിഡ്സ് യൂസ് ചെയ്യും. അങ്ങനത്തെ എൻറ്റാസിഡിൻ്റെ ഒരു എക്സാമ്പിളാണ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ. മിൽക്ക് ഓഫ് മെഗ്നീഷ്യയിൽ അടങ്ങിയിട്ടുള്ളത് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആവുന്നത്? നമ്മളെ സ്റ്റൊമക്കിൽ HCl പ്രൊഡ്യൂസ് ചെയ്യുന്നു. HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആസിഡിക് ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ, അതായത് മിൽക്ക് ഓഫ് മെഗ്നീഷ്യം നമ്മൾ യൂസ് ചെയ്യുന്നു. അതിലടങ്ങിയിട്ടുള്ള ബേസാണ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ അവിടെ ഒരു ആസിഡ് ബേസ് റിയാക്ഷൻ നടക്കും. അങ്ങനെ നമ്മൾ സ്റ്റൊമക്ക് പെയിനിൽ നിന്ന് റിലീവ് ആവും. സെക്കൻഡ് കേസ് ആൻഡ് ബൈറ്റ്. നമുക്കറിയാം, ആൻഡ് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എരിച്ചിലോ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് ആ ഏരിയയിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ആ വേദന എന്ന് ചെറിയൊരു ആശ്വാസം കിട്ടുന്നുള്ളതാണ് ഈ എക്സാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമല്ല, സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അല്ലാതെ മറ്റൊരു എക്സാമ്പിളാണ് കലാമിൻ സൊല്യൂഷൻ. കലാമിൻ സൊല്യൂഷൻ യൂസ് ചെയ്താലും നമുക്ക് ആൻഡ് ബൈറ്റിൽ നിന്ന് ചെറിയൊരു ആശ്വാസം കിട്ടും. കലാമിൻ സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ളത് സിങ്ക് കാർബണേറ്റ് ആണ്. ഇനി ഇതെങ്ങനെയാണ് ഒരു ആസിഡ് ബേസ് റിയാക്ഷൻ ആവുന്നതെന്ന് നോക്കുക. ആൻഡ് ബൈറ്റിൽ ആൻഡ് ഫോമിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡിനെ നമ്മളെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ആസിഡ് നമ്മളെ ബോഡിയിൽ എത്തുന്നു. അപ്പോൾ അതിൽ നിന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ കലാമിൻ സൊല്യൂഷനിലുള്ള സിങ്ക് കാർബണേറ്റ്. ഇതെല്ലാം ബേസിക് സബ്സ്റ്റൻസസ് ആണ്. അപ്പോൾ അവിടെ ഒരു ആസിഡ് ബേസ് റിയാക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ബൈറ്റിൽ നിന്ന് റിലീഫ് കിട്ടുന്നത്. തേർഡ് കേസാണ് സോയിൽ ട്രീറ്റ്മെൻറ്റ്. സോയിൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മണ്ണിൽ പലതരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സും ആഡ് ചെയ്യുന്നു. ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുന്നത് പ്ലാന്റ്സ് നന്നായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചില സമയത്ത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുമ്പോൾ സോയിലിൻ്റെ അസിഡിറ്റി കൂടാനുള്ള സാധ്യത ഉണ്ട്. കൂടുതൽ അസിഡിക് ആയാലും പ്ലാന്റ്സ് ഒന്നും നന്നായി ഗ്രോ ചെയ്യില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ആ അസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമുക്കൊരു ബേസ് ആഡ് ചെയ്താൽ ആ കൂടുതലുള്ള അസിഡിറ്റിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ എക്സാമ്പിൾസൊക്കെ കണ്ടപ്പോൾ നമുക്ക് പഠിച്ചപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായല്ലോ, ഒരു അസിഡിക് സബ്സ്റ്റൻസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് സബ്സ്റ്റൻസ് ആഡ് ചെയ്യാം. അതുപോലെ ഒരു ബേസിക് സബ്സ്റ്റൻസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിഡിക് സബ്സ്റ്റൻസിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ സോയിൽ അസിഡിക് ആണെങ്കിൽ നമ്മളൊരു ബേസിക് സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. 2 തരത്തിലുള്ള ബേസിക് സബ്സ്റ്റൻസസ് ആണ് സാധാരണ സോയിലിൻ്റെ അസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാറ്. അതിലൊന്ന് ക്യുക്ക് ലൈമാണ്. ക്യുക്ക് ലൈമിൽ കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്, അത് ബേസിക് ആണ്. അപ്പോൾ അധികമുള്ള അസിഡിറ്റി അത് ന്യൂട്രലൈസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നൊരു സബ്സ്റ്റൻസ് ആണ് സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈമിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, വീണ്ടും അതും ഒരു ബേസിക് സബ്സ്റ്റൻസ് ആണ്. അത് അധികമുള്ള അസിഡിറ്റീനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് സോയിൽ ഫിറ്റ് ഫോർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ആക്കി മാറ്റും. നെക്സ്റ്റ്, സോയിൽ കൂടുതലായിട്ട് ബേസിക് ആണെങ്കിൽ അതിൻ്റെ ബേസിസിറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബേസിക് ക്യാരക്ടർ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗാനിക് മാറ്ററാണ് ആഡ് ചെയ്യുക. അപ്പോഴും അധികമുള്ള ബേസിക് ക്യാരക്ടർ ന്യൂട്രലൈസ് ചെയ്തിട്ട് പ്ലാന്റ്സ് നന്നായിട്ട് ആ സോയിലിൽ ഗ്രോ ചെയ്യും. നെക്സ്റ്റ്, ലാസ്റ്റ് എക്സാമ്പിളാണ് ഫാക്ടറി വേസ്റ്റ്. ഫാക്ടറീസിൽ നിന്ന് ഒരുപാട് വേസ്റ്റ് നമ്മൾ റിവറിലേക്കും ലേക്കിലേക്കും ഒക്കെ ഒഴുക്കി വിടാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഫാക്ടറി വേസ്റ്റ് ഈ റിവറിലും ലേക്കിലൊക്കെ എത്തിപ്പെട്ടാൽ അക്വാട്ടിക് ലൈഫിന് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് വെള്ളത്തിലുള്ള മറ്റുള്ള ജീവികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല ഈ ഫാക്ടറി വേസ്റ്റ് നേരിട്ട് റിവറിലേക്ക് എത്തുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക വെച്ചാൽ, ഫാക്ടറി വേസ്റ്റിൽ കൂടുതലായിട്ട് അസിഡിക് സബ്സ്റ്റൻസസ് ആണുള്ളത്. അപ്പോൾ അതിനെ ഏതെങ്കിലും ബേസിക് സബ്സ്റ്റൻസസ് ആഡ് ചെയ്തിട്ട് ന്യൂട്രലൈസ് ചെയ്തിട്ടാണ് റിവറിലേക്കും ലേക്കിലേക്കൊക്കെ ഒഴുക്കി വിടാറ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ഫാക്ടറി വേസ്റ്റ് കൊണ്ട് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്കോ
പ്ലാന്റ്സിനെ ഒന്നും അത് ബാധിക്കില്ല. ഇതെല്ലാം ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ് ഫ്രം അവർ ഡേ ടു ഡേ ലൈഫ്. നമ്മൾ കാണുന്ന ചില കേസസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ആസിഡ്സ് ആൻഡ് ബേസസ്. നമ്മൾ രണ്ട് ഡിഫറൻസ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് എന്തായിരുന്നു? ആസിഡ്സ് ആർ സോർ ഇൻ ടേസ്റ്റ് അല്ലേ, അതുപോലെ ബേസസ് ആർ ബിറ്റർ. പിന്നെ മറ്റൊരു ഡിഫറൻസ് പഠിച്ചത് ആസിഡ്സ് ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആൻഡ് ബേസസ് ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇവിടെ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അമോണിയ ഈസ് ഫൗണ്ട് ഇൻ മെനി ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് സച്ച് ആസ് വിൻഡോ ക്ലീനേഴ്സ്. ഇറ്റ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ. വാട്ട് ഈസ് ഇറ്റ്സ് നേച്ചർ? അത് ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ. റെഡ് ലിറ്റ്മസ് ബ്ലൂ ആക്കുന്നത് ഒരു ബേസാണ്. അപ്പോൾ വാട്ട് ഈസ് ഇറ്റ്സ് നേച്ചർ എന്ന് ചോദിച്ചാൽ അമോണിയ ഈസ് ബേസിക് ഇൻ നേച്ചർ. അതാണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, നെയിം ദ സോഴ്സ് ഫ്രം വിച്ച് ലിറ്റ്മസ് സൊല്യൂഷൻ ഈസ് ഒബ്റ്റെയിൻഡ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് സൊല്യൂഷൻ? സോഴ്സ് നമുക്കറിയാം, ലിറ്റ്മസ് നമുക്ക് കിട്ടുന്നത് ലൈക്കൻസ് എന്നാണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് സൊല്യൂഷൻ? അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഈസ് ദ ഡിസ്റ്റിൽഡ് വാട്ടർ എസിഡിക്, ബേസിക് ഓർ ന്യൂട്രൽ? ഹൗ വുഡ് യു വെരിഫൈ ഇറ്റ്? ഡിസ്റ്റിൽഡ് വാട്ടർ എസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ? അതിൻ്റെ ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 50 നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് അറൗണ്ട് അസ് എന്നുള്ളതിൽ ലിറ്റ്മസ് എന്ന് പറയുന്നൊരു സൈഡ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ അതിൻ്റെ ആൻസർ ഉണ്ട്. ലൈക്കൻസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ലിറ്റ്മസിൽ പർപ്പിൾ കളറായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ നിന്ന് നമുക്ക് അതിൻ്റെ ആൻസർ മനസ്സിലാവും. എന്താണ്? ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് ന്യൂട്രൽ. എങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റുക? അത് ലിറ്റ്മസിൽ പർപ്പിൾ കളറാണ് തരുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ന്യൂട്രലൈസേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ. എന്താണ് ന്യൂട്രലൈസേഷൻ? അതിനൊരു എക്സാമ്പിൾ. നമുക്കറിയാം ന്യൂട്രലൈസേഷൻ എന്താണ്? ആസിഡ് ആൻഡ് ബേസ് റിയാക്ട് ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ. അതാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇൻ ദാറ്റ് റിയാക്ഷൻ ഹീറ്റ് ഈസ് ഇവോൾവ്. എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡും HCl റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ ഈസ് ഫോംഡ്. ആ റിയാക്ഷൻ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, സിക്സ്ത് ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫോൾസ് ആണ്. നൈട്രിക് ആസിഡ് ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ. നൈട്രിക് ആസിഡ് റെഡ് ലിറ്റ്മസ് ബ്ലൂ ആക്കുമോ ഇല്ലയോ എന്ന്. നൈട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ആസിഡാണ്. ആസിഡ് എപ്പോഴും ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുകയാണ് ചെയ്യുക. റെഡ് ലിറ്റ്മസിനെ ഒരിക്കലും അത് ബ്ലൂ ആക്കില്ല. അതുകൊണ്ട് അത് ആ ആൻസർ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫോൾസ് എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫോൾസിലെ സോഡിയം ഹൈഡ്രോക്സൈഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസാണ്. അതൊരിക്കലും ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കില്ല. അത് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നതാണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്, ഫോൾസ് ആണ്. തേർഡ് വൺ, ട്രൂ ഓർ ഫോൾസിലെ തേർഡ് വൺ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ന്യൂട്രലൈസ് ഈച്ച് അതർ ആൻഡ് ഫോം സോൾട്ട് ആൻഡ് വാട്ടർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഫോർത്ത് വൺ, ഇൻഡിക്കേറ്റർ ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഷോസ് ഡിഫറെൻറ്റ് കളേഴ്സ് ഇൻ അസിഡിക് ആൻഡ് ബേസിക് സൊല്യൂഷൻ. നമുക്കറിയാം ഇൻഡിക്കേറ്ററിൻ്റെ ഡെഫിനേഷനാണത്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫോൾസിലെ ടൂത്ത് ഡീക്കേ ഈസ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ ബേസ്. ടൂത്ത് ഡീക്കേ ഉണ്ടാവുന്നത് ബേസിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. അല്ല, അതൊരു ആസിഡിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ടൂത്ത് ഡീക്കേ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഡോർജി ഹാസ് എ
few bottles of soft drink in his restaurant. But unfortunately, these are not labeled. Label ചെയ്തിട്ടില്ല. He has to serve the drinks on the demand of customers. One customer wants acidic drink, another wants basic, and a third one wants neutral drink. How will Dorji decide which drink is to be served to whom? ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ഡോർജി എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. അവരുടെ റെസ്റ്റോറൻറ്റിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. പക്ഷേ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ബോട്ടിലൊന്നും ലേബൽ ചെയ്തിട്ടില്ല. ഏത് ബോട്ടിലാണ് അസിഡിക് സബ്സ്റ്റൻസ്, ഏതിലാണ് ബേസിക് ഡ്രിങ്ക് ഉള്ളത്, ഏതിലാണ് ന്യൂട്രൽ ഡ്രിങ്ക് ഉള്ളത് എന്നുള്ളത് ഡോർജിക്ക് അറിയില്ല. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം ഏതിലാണ് അസിഡിക്, ബേസിക്, ന്യൂട്രൽ ആയിട്ടുള്ള ഡ്രിങ്ക് ഉള്ളത്? അതിന് പറയുന്നത് എന്താണ്, നമുക്കറിയാം ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആണോ, ബേസ് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റേഴ്സിനെയാണ് അല്ലേ. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിൽ ഇപ്പോൾ നമ്മൾ ലിറ്റ്മസ് ആണ് ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അയാൾക്ക് ലിറ്റ്മസ് ഡോർജിക്ക് ലിറ്റ്മസ് യൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, റെഡ് ലിറ്റ്മസ് ബ്ലൂ ആക്കുന്നുണ്ടെങ്കിൽ ആ ഡ്രിങ്ക് ബേസിക് ആയിരിക്കും. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നുണ്ടെങ്കിൽ ആ ഡ്രിങ്ക് അസിഡിക് ആയിരിക്കും അല്ലേ. പിന്നെന്താണ്, ഏതാണോ ലിറ്റ്മസിനെ എഫക്റ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു ന്യൂട്രൽ ആകുമ്പോൾ കളറ് പർപ്പിൾ ആയിരിക്കും അല്ലേ ലിറ്റ്മസിൻ്റെ. അങ്ങനെ ഒരു കളർ ചേഞ്ച് വരികയാണെങ്കിൽ അതെന്താണ്, ന്യൂട്രൽ സൊല്യൂഷനായിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ. എക്സ്പ്ലെയിൻ വൈ എന്ന് പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, ആൻറ്റാസിഡ് ടാബ്ലറ്റ് ഇസ് ടേക്കൺ വെൻ യു സഫർ ഫ്രം അസിഡിറ്റി. എന്തിനാണ് നമ്മളൊരു ആൻറ്റാസിഡ് ടാബ്ലറ്റ് എടുക്കുന്നത് അസിഡിറ്റി ഉള്ള സമയത്ത്? അതിൻ്റെ ആൻസർ എന്താണ് എടുക്കുന്നത്, ആൻറ്റാസിഡ് എന്ന് പറയുന്നത് ബേസിക് സബ്സ്റ്റൻസസ് ആണ്. നമുക്ക് എപ്പോഴാണോ സ്റ്റൊമക്കിൽ ഒരു എക്സസ് ആസിഡ് പ്രൊഡക്ഷൻ നടക്കുന്നത് ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻറ്റാസിഡ്സ് ആണ്. ആൻറ്റാസിഡ് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യും, അങ്ങനെ സ്റ്റൊമക്ക് പെയിനിന്ന് റിലീഫ് തരും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും ആ ക്വസ്റ്റ്യനിൻ്റെ? ആൻറ്റാസിഡ്സ് ആർ bases. So when there is an excess acid in our stomach which causes pain, we use antacids which neutralize the acid and relieve us. അതാണ് അതിൻ്റെ ആൻസർ. റിലീവ് us from the pain എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അങ്ങനെ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ആൻസർ അതിന് എഴുതാം. നെക്സ്റ്റ് ബി, കലാമിൻ സൊല്യൂഷൻ ഇസ് അപ്ലൈഡ് ഓൺ ദ സ്കിൻ വെൻ ആൻ ആൻഡ് ബൈറ്റ്സ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കലാമിൻ സൊല്യൂഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആൻഡ് ബൈറ്റ് നടക്കുമ്പോൾ. എന്താണ് കാരണം എന്നുള്ള റീസണാണ് എഴുതേണ്ടത്. ആൻഡ് ബൈറ്റ് ചെയ്യുമ്പോൾ അത് ഇഞ്ചെക്ട് ചെയ്യുന്നത് ഒരു ആസിഡാണ് അല്ല. ആസിഡിൻ്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോമിക് ആസിഡ്. അതുകൊണ്ടാണ് നമുക്കൊരു ഇച്ചിങ് ഇഫക്റ്റ് ഉണ്ടാവുന്നത്. സോ ഇൻ ഓർഡർ ടു റിലീവ് ഫ്രം ദ ഇച്ചിങ് ഇഫക്റ്റ്, ഈ ഇച്ചിങ് ഇഫക്റ്റിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് കലാമിൻ സൊല്യൂഷൻ. കലാമിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്. നമ്മൾ പറഞ്ഞു ഇറ്റ് കണ്ടെയ്ൻസ് സിങ്ക് കാർബണേറ്റ്. സിങ്ക് കാർബണേറ്റ് ഒരു ബേസിക് സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് ആ ആൻഡ് ഇഞ്ചെക്ട് ചെയ്യുന്ന ആസിഡ് കൊണ്ടുണ്ടാകുന്ന ഇച്ചിങ് ഇഫക്റ്റിന് നമുക്ക് റിലീഫ് കിട്ടും. അത് അവിടെ ഒരു ആസിഡ് ബേസ് റിയാക്ഷനാണ്. കലാമിൻ സൊല്യൂഷൻ ന്യൂട്രലൈസസ് ദ ആസിഡ് ആൻഡ് യു വിൽ ബി റിലീവ്ഡ് ഫ്രം ദ പെയിൻ. അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, ഫാക്ടറി വേസ്റ്റ് ഈസ് ന്യൂട്രലൈസ്ഡ് ബിഫോർ ഡിസ്പോസിങ് ഇറ്റ് ഇൻ ടു ദ വാട്ടർ ബോഡീസ്. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഫാക്ടറി വേസ്റ്റ് എന്തിനാണ് ന്യൂട്രലൈസ് ചെയ്യുന്നത്? ബിക്കോസ് ഇഫ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പുട്ട് ഇൻ ടു റിവറിലേക്കൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എഫക്റ്റ് അക്വാട്ടിക് ലൈഫ്. അതുകൊണ്ടാണല്ലോ അത് ന്യൂട്രലൈസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ന്യൂട്രലൈസ് ചെയ്യേണ്ടത്? ഫാക്ടറി വേസ്റ്റിൽ അസിഡിക് സബ്സ്റ്റൻസസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബേസിക് സബ്സ്റ്റൻസസ് ആണ് കൂടുതൽ ഉള്ളതെങ്കിൽ രണ്ടും അക്വാട്ടിക് ലൈഫിന് അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഹാംഫുൾ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ന്യൂട്രലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. 3 liquids are given to you. One is hydrochloric acid, another is sodium hydroxide, and third is a sugar solution. How will you identify them? You have only turmeric indicator. യെല്ലോ ടർമറിക് പേപ്പർ എടുക്കുക,
സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഡിപ്പ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കളറ് റെഡ് കളറായിട്ട് മാറും. പിന്നെ ആ റെഡ് ടർമറിക് പേപ്പർ എടുത്തിട്ട് HCl ഡിപ്പ് ചെയ്യുക. HCl ഡിപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ HCl റെഡിനെ വീണ്ടും യെല്ലോ ആക്കി മാറ്റും. പിന്നെ നമ്മൾ ആ റെഡ് ടർമറിക് പേപ്പർ എടുക്കുക, ഷുഗർ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് നോക്കുക. പക്ഷേ ഷുഗർ സൊല്യൂഷൻ ഒരു ചേഞ്ചും ഉണ്ടാക്കില്ല. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഏതാണ് ആസിഡ്, ഏതാണ് ബേസിക്, ഏതാണ് ന്യൂട്രൽ എന്നുള്ളത്. 10th question. Blue litmus paper is dipped in a solution. It remains blue. What is the nature of the solution? Explain. It remains blue എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്നു, അത് ബ്ലൂ കളർ തന്നെ ആയി നിൽക്കുകയാണ്. അത് രണ്ട് കേസസ് ഉണ്ട്. ഒന്നെങ്കിൽ അത് ബേസിക് ആയിരിക്കും, കാരണം ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് റെഡ് കളറാക്കണമെങ്കിൽ ആസിഡ് ആവും. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് കളർ ചേഞ്ച് ഒന്നും വരുന്നില്ലെങ്കിൽ ബ്ലൂ തന്നെയായിട്ട് റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതൊന്നെങ്കിൽ ബേസിക് ആവാം, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ ന്യൂട്രൽ ആവാം. അപ്പോൾ അതിന് രണ്ട് കേസസ് ഉണ്ട്. ഐദർ ഇറ്റ് ക്യാൻ ബി ബേസിക് സൊല്യൂഷൻ ഓർ ഇറ്റ് ക്യാൻ ബി എ ന്യൂട്രൽ സൊല്യൂഷൻ. 11th question. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് എ, ബോത്ത് ആസിഡ്സ് ആൻഡ് ബേസസ് ചേഞ്ച് കളർ അറ്റ് ഓൾ ഇൻഡിക്കേറ്റേഴ്സ്. എല്ലാ ഇൻഡിക്കേറ്റർ, ഏത് ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്താലും ആസിഡും ബേസും കളർ ചേഞ്ച് കാണിക്കുന്നു. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഇപ്പോൾ ടർമറിക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ടർമറിക്ക് ആസിഡിൽ യെല്ലോ കളർ തന്നെയാണ് കാണിക്കുക, എപ്പോഴും കളർ ചേഞ്ച് ഇല്ല. യെല്ലോ ടർമറിക് പേപ്പർ നമ്മളൊരു ആസിഡിൽ ഡിപ്പ് ചെയ്താൽ യെല്ലോ കളർ തന്നെയാണ് റിറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് ആൻ ഇൻഡിക്കേറ്റർ ഗീവ്സ് എ കളർ ചേഞ്ച് വിത്ത് ആൻ ആസിഡ് ഇറ്റ് ഡസ് നോട്ട് ഗീവ് എ ചേഞ്ച് വിത്ത് എ ബേസ്. ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ആസിഡിൽ കളർ ചേഞ്ച് കാണിക്കുന്നു, അത് ബേസിൽ കളർ ചേഞ്ച് കാണിക്കില്ല. ആസിഡിൽ കളർ ചേഞ്ച് കാണിക്കുന്ന ഇൻഡിക്കേറ്റർ ബേസിൽ കളർ ചേഞ്ച് കാണിക്കില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ലിറ്റ്മസ് പേപ്പർ നമ്മളെടുത്താൽ അത് ആസിഡിൽ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവും, ബേസിൽ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ട്രൂ ആണെന്ന് പറയാൻ വയ്യ. നെക്സ്റ്റ്, ഇഫ് ആൻ ഇൻഡിക്കേറ്റർ ചേഞ്ചസ് കളർ വിത്ത് എ ബേസ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് കളർ വിത്ത് ആൻ ആസിഡ്. ബിയിൽ പറഞ്ഞത് തന്നെയാണ് സിയിലും പറയുന്നത്. ബേസിനോട് കളർ ചേഞ്ച് കാണിക്കുന്നത് ആസിഡിനോട് കളർ ചേഞ്ച് കാണിക്കില്ല എന്ന്. അപ്പോൾ ബിയിൽ പറഞ്ഞ സെയിം കേസ് നമുക്ക് സിയിലും പറയാം. അപ്പോൾ അതുകൊണ്ട് സി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് അല്ല. ചേഞ്ച് ഓഫ് കളർ ഇൻ ആൻ ആസിഡ് ആൻഡ് എ ബേസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ ഇൻഡിക്കേറ്റർ. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററിൻ്റെ ടൈപ്പ് അനുസരിച്ചാണ് കളർ ചേഞ്ച്. അത് കറക്റ്റാണ്, കാരണം ടർമറിക്കിന് വരുന്ന കളർ ചേഞ്ച് അല്ല ലിറ്റ്മസിന് വരുന്ന കളർ ചേഞ്ച്. ആ കളർ ചേഞ്ച് അല്ല ചൈന റോസിൽ വരുന്നത്, ആ കളർ ചേഞ്ച് അല്ല ഫിനോഫ്തലിനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ മാറുന്നതിനനുസരിച്ച് കളർ ചേഞ്ചും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്, വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? അപ്പോൾ നമുക്കറിയാം ഓൺലി ഡി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ്. അപ്പോൾ ഇതാണ് എക്സസൈസ് ക്വസ്റ്റ്യൻസ്. താങ്ക് യു.